എച്ചും റോഡ് ടെസ്റ്റും മാത്രമെടുത്ത് ഡ്രൈവിംഗ് ലൈസൻസ് കരസ്ഥമാക്കാമെന്ന രീതിക്ക് മാറ്റം വരുന്നു. ഡ്രൈവിംഗ് ലൈസൻസ് എളുപ്പത്തിൽ നേടിയെടുക്കാൻ പറ്റാത്ത രീതിയിൽ നടപടി കർശനമാക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ്. എച്ചെടുക്കുന്നതിനു പകരം സങ്കീർണമായ പല പരീക്ഷണങ്ങളും ഉൾപ്പെടുത്തിയ പുതിയ ചട്ടങ്ങൾ മെയ് 1 മുതൽ പ്രാബല്യത്തിൽ വരും. അത്ര പെട്ടെന്ന് ലൈസൻസ് നേടിയെടുക്കാമെന്ന ചിന്ത ഇനി ആർക്കും വേണ്ട. ഡ്രൈവിംഗ് ടെസ്റ്റിലെ നിലവിലുള്ള നിയമങ്ങൾ പൊളിച്ചെഴുതി കേരളത്തിൽ പുതിയ നിയമം പ്രാബല്യത്തിൽ വരികയാണ്. മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ എന്ന വിഭാഗത്തിൽ ഇനി ഡ്രൈവിംഗ് ടെസ്റ്റിന് ഉപയോഗിക്കേണ്ടത് കാൽപാദം കൊണ്ട് മാത്രം പ്രവർത്തിപ്പിക്കാവുന്നതായിരിക്കണം. 95 cc മുകളിൽ കപ്പാസിറ്റിയുള്ള മോട്ടോർ സൈക്കിൾ വേണം. നിലവിൽ കൈകൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന ഗിയറുകളുള്ള MIT മോഡൽ സ്കൂട്ടറുകളാണ് 2 വീലർ ടെസ്റ്റിന് വ്യാപകമായി ഉപയോഗിക്കുന്നത്. 15 വർഷത്തിലധികം പഴക്കമുള്ള വാഹനങ്ങൾ ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് ഉപയോഗിക്കാൻ ഇനി പറ്റില്ല. ഡ്രൈവിംഗ് ടെസ്റ്റിനായി ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ കാര്യക്ഷമത പരിശോധിക്കുകയും വേണം. കാർ ഉൾപ്പെടെ ലൈറ്റ് മോട്ടോർ വാഹനങ്ങളുടെ ഡ്രൈവിംഗ് ടെസ്റ്റിനായി ഓട്ടോമാറ്റിക് ഗിയർ, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഉള്ള വാഹനങ്ങളും ഇലക്ട്രിക് വാഹനങ്ങളും ഇനി ഉപയോഗിക്കാൻ പാടില്ല. ലൈറ്റ് മോട്ടോർ വിഭാഗത്തിലെ ടെസ്റ്റിൽ എച്ച് എടുക്കേണ്ടതില്ല. പകരം ആംഗുലർ പാർക്കിംഗ്, പാരലൽ പാർക്കിംഗ്, സിക്സാക് ഡ്രൈവിംഗ്, ഗ്രേഡിയന്റ് ടെസ്റ്റ് എന്നിവ പാസ്സാകണം. മോട്ടോർ സൈക്കിൾ വിഭാഗത്തിലെ പാർട്ട് 2 ടെസ്റ്റ് റോഡിൽ തന്നെ നടത്തണമെന്നും ഗ്രൗണ്ടിൽ നടത്തിയാൽ ഉദ്യോഗസ്ഥനെതിരെ നടപടി ഉണ്ടാകുമെന്നും മുന്നറിയിപ്പുണ്ട്. മെയ് 1 മുതൽ ഈ ചട്ടങ്ങൾ ഉൾപ്പെടുത്തി നിലവിലെ സ്ഥിതിയിൽ മാറ്റം വരുത്താനാണ് മോട്ടോർ വാഹന വകുപ്പ് തയ്യാറെടുക്കുന്നത്. മലനാട് ന്യൂസ്, ബത്തേരി.